എ സ്ക്വയർ മൈനസ് 5y പ്ലസ് 7a ഈസ് ഈക്വൽ ടു 0 എന്ന് വെരിഫൈ ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വെരിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്, നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇത് വെരിഫൈ ചെയ്യണം. അതിൻ്റെ കൂടെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ആൻഡ് ഹെൻസ് ഫൈൻഡ് എ റൈസ് ടു 4. എ റൈസ് ടു 4 കാണാനാണ്. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. അല്ലാതെ നമുക്ക് വെറുതെ എ റൈസ് ടു 4 കാണുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എ സ്ക്വയർ കണ്ടിട്ട് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ ചെയ്താൽ മതി. അങ്ങനെ കാണാനല്ല പറഞ്ഞേക്കുന്നത്. ആൻഡ് ഹെൻസ് ഫൈൻഡ് എ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിലെ നമുക്ക് വെരിഫൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എ സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം എ ഇൻറ്റു എ. അപ്പോൾ നമുക്ക് എന്താ വരുന്നത് 3 1 -1 2. അത് ഒരു തവണ കൂടി മെട്രിക്സ് എഴുതുക. 3 1 -1 2. ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇത് വെരിഫൈ ചെയ്യാൻ പോവുകയാണ് ഇക്വേഷൻ. അപ്പോൾ അത് കറക്റ്റാണെന്ന് തെളിയിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് മെട്രിക്സും കൂടി എ സ്ക്വയർ ആദ്യം ചെയ്യാം. അപ്പോൾ എ ഇൻറ്റു എ. അപ്പോൾ ഇതെങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? റോയും കോളവും കൂടിയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ റോ കോളം. അപ്പോൾ എന്താ വരുന്നത് 3 × 3 + 1 × -1. അപ്പോൾ അതുപോലെ അടുത്തത് ചെയ്യുമ്പോൾ 3 × 1 + 1 × 2. അടുത്ത റോയും കോളവും കൂടി ചെയ്യുമ്പോൾ -1 × 3 + 2 × -1. അടുത്തത് ചെയ്യുമ്പോൾ അടുത്ത കോളം ആയിട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരുന്നത് -1 × 1 + 2 × 2. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്തെടുക്കുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തെടുക്കാം. നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് എടുത്തു കഴിയുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 + -1. ഇവിടെ 3 + 2. ഇവിടെ -3 + -2. ഇവിടെ -1 + 4. അപ്പോൾ നമുക്ക് എ സ്ക്വയർ എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടി. 8 5 -5 3. അപ്പോൾ നമുക്ക് എ സ്ക്വയർ കിട്ടി. ഇനി അടുത്തത് നമുക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തത് വേണ്ടത് 5a ആണ് അല്ലേ. 5a കണ്ടുപിടിക്കാം. 5a കാണുന്നത് 5 × a എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുക. 3 1 -1 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 15 5 -5. ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓരോ എലമെൻസിനെയും മെട്രിക്സിൻ്റെ ഓരോ എലമെൻസിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 3 5 × 1 5 × -1 5 × 2. 5a കിട്ടി. വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എ സ്ക്വയർ കണ്ടുപിടിച്ചു, 5a കണ്ടുപിടിച്ചു. ഇനി 7i എഴുതണം. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് അത് ചെയ്ത് നോക്കുമ്പോൾ 0 കിട്ടുന്നത് നോക്കുകയും വേണം. 7i കാണാം. 7i ഈസ് ഈക്വൽ ടു 7 × i 1 0 0 1. 2/2 മെട്രിക്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഐഡൻറ്റിറ്റി മെട്രിക്സ് 2/2 ഓർഡറിൽ എഴുതിയത്. ഈ 7 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 7 × 0 0 7 × 0 0 7 × 1 7. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി ഇതെല്ലാം കൂടെ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാം. നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാം. വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇക്വേഷൻ എഴുതി എ സ്ക്വയർ -5a + 7i ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 0 മെട്രിക്സ് ആണോ കിട്ടുന്നതെന്ന് നോക്കണം. അപ്പോൾ എ സ്ക്വയർ കണ്ടുപിടിച്ച വാല്യൂ എഴുതി, 5a നമ്മൾ എഴുതി, അതെടുത്ത് എഴുതി, 7i എഴുതി. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് സബ്ട്രാക്റ്റ് ചെയ്ത് പിന്നെ ആഡ് ചെയ്തെടുക്കണം. അപ്പോൾ 8 - 15 + 7. അടുത്തത് 5 - 5 + 0. അടുത്തത് -5 -5 + 0. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഒരേ പ്ലേസിലുള്ളത് ആഡ് ചെയ്ത് എഴുതുക. അല്ലെങ്കിൽ സബ്ട്രാക്റ്റ് ആണെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്ത് എഴുതുക. ഇവിടെ സബ്ട്രാക്ഷൻ ആണല്ലോ. അപ്പോൾ 3 - 10 പ്ലസ് ആണ് അടുത്ത +7. അപ്പോൾ അത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് അത് നോക്കി. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 0, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 0. ഈ ടേംസ് 2 മൈനസ് കൊണ്ട് പ്ലസ് ആവും. അപ്പോൾ ഇത് 0 കിട്ടി, ഇതും 0 കിട്ടി. അപ്പോൾ നമുക്ക് 0 മെട്രിക്സ് ഇട്ട് അതുകൊണ്ട് നമുക്ക് പറയാം ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതാം. വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ റൈസ് ടു 4ൻ്റെ വില കണ്ടുപിടിക്കാനാണ്. ഈ ഇക്വേഷനിൽ നിന്നാണ് കാണേണ്ടത്. നമുക്ക് വെരിഫൈ ചെയ്തപ്പോൾ എ സ്ക്വയർ -5a + 7a = 0. ഈ ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ റൈസ് ടു 4ൻ്റെ വില. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഇതിനകത്തുനിന്ന് എ സ്ക്വയർ ഉണ്ട് അല്ലേ. അപ്പോൾ ആദ്യം ഒരു എ കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് മൊത്തത്തിൽ ഇതിനകത്ത് എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? a × a² - 5a × a +
7i ഇൻറ്റു എ ഈക്വൽ ടു 0 ഇൻറ്റു എ, അത് സീറോ മെട്രിക്സ് ആണ്, 0 ഇൻറ്റു എ. അപ്പോൾ ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ക്യൂബ് മൈനസ് ഇതെന്താ വരുന്നത് 5a² പ്ലസ് 7a ഈക്വൽ ടു 0 കിട്ടി. നമുക്ക് a⁴ വാല്യൂ ആണല്ലോ കിട്ടേണ്ടത്. നമുക്കതുകൊണ്ട് എന്ത് ചെയ്യാം? ഒരു തവണ കൂടി ഇവിടെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ a² വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കൊടുക്കാം. a² വാല്യൂ ഇവിടുന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് a² വാല്യൂ എടുത്ത് ഇവിടെ ഇട്ട് കൊടുക്കാം. കൊടുത്തതിന് ശേഷം മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന എ കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണം മൊത്തത്തിന്, വാല്യൂ ഇടാതെ തന്നെ. അപ്പോൾ a ഇൻറ്റു എ ക്യൂബ് മൈനസ് 5a² ഇൻറ്റു എ പ്ലസ് 7a ഇൻറ്റു എ ഈക്വൽ ടു 0 ഇൻറ്റു എ. അപ്പോൾ നമുക്ക് കിട്ടി a⁴ മൈനസ് 5a³ പ്ലസ് 7a² ഈക്വൽ ടു 0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 0 കിട്ടി. ഇവിടെ നമുക്ക് a⁴ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് -5a³ അപ്പർ സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ 0 പ്ലസ് ആവും, ഇവിടെ പ്ലസ് 5a³. ഇവിടെ പ്ലസ് 7a² ആയിരുന്നു, അത് ഇപ്പർ സൈഡിലേക്ക് വരുമ്പോൾ -7a² എന്ന് വരും. അപ്പോൾ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് a⁴ വാല്യൂ. ഇവിടെ നമുക്കിതിനെ ഒന്നും കൂടി ഒന്ന് a³ ഒക്കെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കാണാം വരുന്നത്. പക്ഷേ നമുക്ക് അത്രയും കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് a² വാല്യൂ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിനകത്തൊന്ന് നമുക്ക് എടുത്തെഴുതാം. തന്നിരിക്കുന്ന ഇക്വേഷനകത്തുനിന്ന് a² വാല്യൂ എന്ത് കിട്ടും? a² ഈസ് ഈക്വൽ ടു -5a അപ്പുറ സൈഡിൽ പോവാം. അപ്പോൾ 5a പ്ലസ് 7i അപ്പുറത്ത് പോകുമ്പോൾ -7i പ്ലസ് 0 പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. 0 മെട്രിക്സ് അത് എഴുതിയാലും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് എഴുതേണ്ട ആവശ്യമില്ല. -5 ഇപ്പുറത്ത് പോയി, അത് പ്ലസ് 7i ഇപ്പുറത്ത് പോയി. അപ്പോൾ നമുക്ക് a² വാല്യൂ കിട്ടി. അപ്പോൾ ഈ a² നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കാം. ഇവിടെ a² ഉള്ളിടത്തെല്ലാം കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും. അപ്പോൾ ദാ a⁴ ഈസ് ഈക്വൽ ടു ഈ 0 മെട്രിക്സ് 0 പിന്നെ എഴുതേണ്ട ആവശ്യമില്ല. 5 ഇൻറ്റു ഇവിടെ a³ നമുക്ക് a² ഇൻറ്റു എന്ന് എഴുതാമല്ലോ. a² വാല്യൂ കൊടുക്കാം നമുക്ക്, എന്നിട്ട് -7a². അപ്പോൾ ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്ന ഈ a² വാല്യൂ ഇതായി നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ a² വാല്യൂ 5a ഇൻറ്റു a² എന്ന് എഴുതിയല്ലേ a³. ആ a² വാല്യൂ അപ്പുറത്തുനിന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ച് എടുത്തെഴുതി 5a മൈനസ് 7i 5a മൈനസ് 7i നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് a² ഈസ് ഈക്വൽ ടു 5a മൈനസ് 7i എന്ന്. അപ്പോൾ അതെടുത്താണ് അവിടെ കൊടുക്കുന്നത്. ഇതാ 5a മൈനസ് 7i ഇവിടെ a² സ്ഥാനത്തും കൊടുത്തു. ഇനി ഇത് ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കാം. 5 ഇങ്ങോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ 5 ഇൻറ്റു 5 25a² മൈനസ് 5 ഇൻറ്റു 7 എത്ര വരും? 35ai. ഇവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം 35a മൈനസ് ഇവിടെ -7ഉം -7ഉം കൂടി എന്താവും? പ്ലസ് ആവും. 49i അല്ലേ? ഇനിയിപ്പം നമുക്കിവിടെ ആഡ് ai എന്ന് പറഞ്ഞാൽ a തന്നെയാണ് വരുന്നത്. a ഇൻറ്റു i എന്ന് പറഞ്ഞാൽ a വരും. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ എന്ത് വരും? 25a² മൈനസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 70 എന്ന് വരും, 70a എന്ന് വരും. 70a പ്ലസ് 49i എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്കിനി a² വാല്യൂവും എയുടെ വാല്യൂ ഒക്കെ കൊടുത്താൽ മതി, a⁴ വാല്യൂ കിട്ടും. അതിന് മുന്നേ ഒന്നും കൂടി വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 25 ഇൻറ്റു ഇവിടെ a² വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കാം. 5a മൈനസ് 7i ആണല്ലോ a² വാല്യൂ. ബാക്കി 70a പ്ലസ് 49i അവിടെ അതുപോലെ എടുത്ത് എഴുതി. ഇനി ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കാം വീണ്ടും. അപ്പോൾ എന്താ വരുന്നത്? ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പം 25 ഇൻറ്റു 5 125a മൈനസ് 25 ഇൻറ്റു 7 175i. ഇത് 70aയും 49iയും അതുപോലെ എഴുതി. 70a അതുപോലെ എഴുതി, 49i അതുപോലെ എഴുതി. ഇവിടെ മൈനസ് ആണല്ലോ. ഇനി നമ്മൾ 125aയും 70aയും കൂടി സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 55a എന്ന് വരും. 55a. ഇനി മൈനസ് 175iയും 49iയും കൂടി സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്നത് 126i എന്ന് വരും. 126i. ഇനി ഇതിൻ്റെ അകത്ത് വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് a⁴ ആണ് അതിൻ്റെ വാല്യൂ കിട്ടും. എയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. 126 ഇൻറ്റു i എന്ന് പറഞ്ഞാൽ 1001 ആണ്. ഇനി ഇവിടെ എ എന്ന് പറയുന്ന മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ ഇട്ടാൽ മതി. 55 ഇൻറ്റു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മെട്രിക്സ് എഴുതി, i എഴുതി. 55 അകത്തേക്ക് ഓരോ ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. 126 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ രണ്ട് മെട്രിക്സും കൂടി സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 165 മൈനസ് 126, 39, 55 മൈനസ് 0, മൈനസ് 55 മൈനസ് 0, 110 മൈനസ് 126. അപ്പോൾ ഇത്രയും കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. a⁴ എന്ന് പറയുന്നത് ഈ മെട്രിക്സാണ്. ഡയറക്റ്റ് നമുക്ക് ചെയ്യാവുന്നതായിരുന്നു, പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇത് കണ്ടുപിടിക്കാനാണ്. അപ്പം നമ്മൾ എന്താ ചെയ്തത്, അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്ത് കണ്ടുപിടിക്കുകയാണ്. തന്നിരിക്കുന്ന ഇക്വേഷനെ ആദ്യം നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ a³ കിട്ടി. പിന്നെ ഒരു തവണ കൂടി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ a⁴ കിട്ടി. അപ്പോൾ നമ്മൾ അവസാനം നമുക്കൊരു a³ ഒക്കെ a² ഒക്കെ കിടപ്പുണ്ട്. അത് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് നിന്ന് തന്നെ നമുക്ക് a² കണ്ടുപിടിച്ചിട്ട് അവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് a⁴ കാണാൻ വേണ്ടിയിട്ട് a² ഇൻറ്റു a² ചെയ്താൽ മതി. പെട്ടെന്ന് ആൻസർ കിട്ടും ഡയറക്റ്റായിട്ട്. പക്ഷേ ഇങ്ങനെ കണ്ടുപിടിക്കാനല്ല നമ്മളോട് പറഞ്ഞത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തത്.